അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് സർവ്വം മായ. നിവിൻ പോളി, അജു വർഗീസ് തുടങ്ങിയ താരങ്ങളാണ് ഈ സിനിമയിൽ പ്രധാനമായും അഭിനയിക്കുന്നത്. ഒരു പ്രേതം നമ്മുടെ കൂടെ വന്നാൽ എന്തായിരിക്കും? അതാണ് വാസ്തവത്തിൽ ഈ സിനിമ. സാധാരണഗതിയിൽ സ്റ്റീഫൻ കിങ്ങിൻ്റെ കാലം തൊട്ട് നമുക്ക് പ്രേതം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം ഭയമുണ്ടാക്കും. ഏത് സിനിമയാണെങ്കിൽ പോലും വളരെ ഭയമുണ്ടാക്കുന്ന തരത്തിലാണ് പ്രേതത്തെ സിനിമയിൽ ആവിഷ്കരിക്കുക. പക്ഷേ ഇവിടെ പ്രേതം ഒരു കാമുകിയായാൽ ആ രീതിയിലുള്ള ഒരു മേക്കിങ്ങാണ് ഈ സിനിമയിൽ കാണുന്നത്. ഏത് സിനിമ വിജയിക്കണമെങ്കിലും ആ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം തുടങ്ങിയ കാര്യങ്ങൾ നല്ലതായി തീരേണ്ടതുണ്ട്. എത്ര മികച്ച അഭിനയശേഷിയുള്ള നടന്മാരാണ് അഭിനയിച്ചതെങ്കിലും നല്ല സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പടം എട്ട് നിലയിൽ പൊട്ടും. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ അഖിൽ സത്യൻ എന്ന എഴുത്തുകാരനും സംവിധായകനുമാണ് ശരിക്കും താരം. കാരണം നിവിൻ പോളിയുടെ കംബാക്ക് എന്ന് പലരും പറയുമെങ്കിലും അത്രമേൽ സൂക്ഷ്മമായിട്ടുള്ള നല്ല രചനയാണ് ഈ സിനിമയുടെ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സിനിമയുടെ ഈ സംഭാഷണങ്ങൾ. സാധാരണഗതിയിൽ പെൺകുട്ടികൾ സംസാരിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ ഈ സിനിമയിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ഒരു ക്യാരക്ടറാണ് റിയ ഷിബു ചെയ്ത ക്യാരക്ടർ. അപ്പോൾ ആ ക്രിസ്ത്യൻ രീതിയിലുള്ള അവരെങ്ങനെയാണ് സംസാരിക്കുക, ആ രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അതോടൊപ്പം തന്നെ അജു വർഗീസ് നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. കാരണം അജു വർഗീസിന് ചേരാൻ പറ്റാവുന്ന ഒരു ക്യാരക്ടറാണ്. അജു വർഗീസും നിവിൻ പോളിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പല സിനിമകളും മുമ്പ് ഹിറ്റായിട്ടുണ്ട്. ഈ സിനിമയിലും അത് ആവർത്തിക്കുകയാണ്. പ്രീതി മുകുന്ദൻ ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ അഭിനയ സാധ്യതയുള്ള കഥാപാത്രമല്ല. പക്ഷേ ഇതിൽ പ്രേതം എന്ന രീതിയിൽ അഭിനയിച്ച റിയ ഷിബു തന്നെയാണ് നല്ല ഒരു ക്യാരക്ടർ റോളുള്ളത്. പിന്നെ അതുപോലെ പ്രിയ വാര്യർ ഒരു ചെറിയ ഒരു റോളിൽ വരുന്നുണ്ട്. ഈ സിനിമയുടെ നമുക്ക് ഈ സിനിമ അത്യാവശ്യം കോമഡി ഉണ്ട്, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ് ഈ സർവ്വം മായ. സർവ്വം മായ പല സിനിമകളും 2025 ഹിറ്റായിട്ടുണ്ട്. പക്ഷേ 2025 ലാസ്റ്റ് ഹിറ്റ് എന്ന് ചോദിച്ചാൽ അതിന് സർവ്വം മായ മാത്രമാണ് ഒരു ഉത്തരം എന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം അത്ര ഹൃദ്യമായ ഒരു സിനിമയാണ് സർവ്വം മായ. ഓക്കെ. സാധാരണഗതിയിൽ സത്യനന്ദിക്കാടാണ് എൻ്റെ സിനിമകളിലൊക്കെ ഈ പാഠം, അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടുള്ള സിനിമകൾ കൂടുതലും ചെയ്തേക്കുന്ന ഒരു സംവിധായകനാണ് സത്യനന്ദിക്കാട്. ക്രിസ്ത്യൻ മേഖല ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓടിട്ട വീട്, പാഠം, അങ്ങനെ ഒരു നന്മ നിറഞ്ഞ ഗ്രാമീണ ഭംഗിയും അത്തരം കഥകളാണ് സത്യനന്ദിക്കാട് സാധാരണഗതിയിൽ സിനിമ എടുക്കുക. അതായത് സാധാരണക്കാരൻ്റെ സംവിധായകൻ എന്ന് വേണമെങ്കിൽ സത്യനന്ദിക്കാടിനെ വിളിക്കാം. ആ വഴിയിൽ കൂടെ തന്നെയാണ് തൻ്റെ മകനായ അഖിൽ സത്യൻ നടക്കുന്നത്. കാരണം അതിൻ്റെ ഫ്രെയിമുകൾ, അതിൻ്റെ സീൻ ഷൂട്ട് ചെയ്തേക്കുന്ന രീതിയൊക്കെ തന്നെ ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന ഒന്നാണ്. അതുമാത്രമല്ല ഗ്രാമത്തിൽ നടക്കുന്ന രസകരമായ പല സംഭവങ്ങളും ഈ സിനിമയിലുണ്ട്. ഒരു നിവിൻ പോളിയുടെ ഒരു കഥാപാത്രം ഒരു പൂജാരിയായിട്ടാണ് നിവിൻ പോളി ഇതിൽ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ രഘുനാഥ് പാലേരി, നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററും എഴുത്തുകാരനും കൂടിയായ രഘുനാഥ് പാലേരിയാണ് ഇതിലൊരു നിവിൻ പോളിയുടെ ഫാദറായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ പല പ്രത്യേകതകളും ഉള്ള ഒരു സിനിമ തന്നെയാണ് അഖിൽ സത്യൻ്റെ സർവ്വം മായ. ഈ സിനിമ എന്തായാലും പോയി കാണുക. നല്ലൊരു അനുഭവമായിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കുക. ഓക്കെ, താങ്ക് യു.